ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? ഒരുപാട് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോകളിലൂടെ. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്തുന്നതിനെ കുറിച്ചുള്ള ടിപ്സ്, ഹാപ്പിനെസ്സിൻ്റെ ടിപ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അടുത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലേസിനെസ്, നമ്മുടെ മടിയാണ്. മടി മാറ്റാനുള്ള 10 ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ 10 ടെക്നിക്സ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിലെ ഉന്നത വിജയങ്ങളിലേക്ക് എത്താൻ പറ്റും. 100% ഷുവറാണത്. ജീവിതത്തിൽ മടി കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കാറുണ്ടല്ലേ. എന്തൊക്കെ പ്രോബ്ലംസാണ് നമുക്ക് ഈ മടി കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? നമ്മുടെ പേഴ്സണൽ ഗോൾസ് ഒന്നും തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായി പോകും നമ്മൾ മടിയന്മാരായിരിക്കുവാണെങ്കിൽ അല്ലേ. ജോബിൻ്റെ കാര്യമാവട്ടെ, നമുക്ക് ജോബ് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യത്തില്ല. നമ്മൾ ജോബിന് വേണ്ട ആദ്യത്തെ കാര്യം എന്താ? നല്ലൊരു റെസ്യൂം സെറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. നല്ലൊരു CV റെഡിയാക്കണം. നമ്മുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ CV എന്ന് പറയുന്നത്. അതുപോലും ശരിക്കും ഒരു നല്ല രീതിയിൽ CV റെഡിയാക്കാത്ത എത്രയോ പേരുണ്ട്. പക്ഷെ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേഷൻ എടുക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ. അതൊക്കെ നമ്മുടെ ലേസിനെസ്സിൻ്റെ കോൺസിക്വൻസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ്, മടി കാരണം എത്രയോ ഫാമിലിയിൽ നിത്യവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ മടി കാരണം മീൻസ് ചിലപ്പം മിക്കവാറും ഫാമിലിയിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഹിസ്റ്ററീസ് കേൾക്കുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് തന്നെ എനിക്ക് അനുഭവമുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റുഡൻസിൽ നിന്നും എനിക്ക് അവരുടെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ലേസിനെസ് ആണ് അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. എന്നോടൊരു സ്റ്റുഡൻസ് പറഞ്ഞ കാര്യമാണ്. അവരുടെ ഹസ്ബൻഡ് ഒട്ടും കോപ്പറേറ്റീവ് അല്ല മാം, ഇതുപോലെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പുള്ളിക്കാരൻ ഭയങ്കര മടിയാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും താനെ എടുത്ത് കുടിക്കത്തില്ല. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചെന്നിട്ട് വേണം എടുത്തു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും മടി കാരണം ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കാരണം അവരുടെ റിലേഷൻഷിപ്പിൽ ആകെ പ്രോബ്ലംസ് വരുന്നവരുണ്ട്. ചെറിയ കാര്യങ്ങളായിരിക്കും, നമുക്കത് മാറ്റിയെടുത്താൽ തന്നെ 100% ഓക്കെ ആവുന്ന കാര്യങ്ങൾ. അത് മടി കാരണം ആ റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും മടി കാരണം. പിന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസാണ് നമ്മുടെ മടി കാരണം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ. നമ്മുടെ എക്സർസൈസ് മടി കാരണം നമ്മൾ ചെയ്യത്തില്ല. ഇന്നോ നാളെയൊക്കെ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ മെനക്കെടുത്തില്ല. നമുക്ക് മടിയാണ്, അതാണ് നമ്മളത് ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് മടി കാരണം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിനാൻഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്? നമ്മളൊരു ജോലിയിലിരിക്കുകയാണ്, ഓക്കെ, നമുക്കൊരു ജോലിയുണ്ട്, ചെറിയ സാലറിയിലുള്ള ജോലി ആയിരിക്കും, പക്ഷെ നമ്മളെന്തോ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യില്ല. മീൻസ് നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എന്നിട്ട് നമ്മൾ കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യും. ചെറിയ ജോലി ആണെങ്കിൽ പോലും അത് കംഫർട്ടാണ്. ഞാനിവിടെ കംഫർട്ടാണ്, എനിക്കിവിടെ യാതൊരു പ്രശ്നവുമില്ല, ഇത് തന്നെ ഇത്രയൊക്കെ തന്നെ ധാരാളമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കംഫർട്ട് സോണിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യലി അവിടെ നമുക്ക് സ്ട്രഗിൾ ഉണ്ടാവും. ഫിനാൻഷ്യലി സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറ്റും? നമുക്ക് ടോട്ടലി നമ്മുടെ ഫാമിലി ലൈഫ് ആകപ്പാട് താറുമാറാകും അല്ലേ. അപ്പം ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് ലേസിനെസ് ആണ്. അപ്പം ഈ മടിക്ക് മീൻസ് ഈ ലേസിനെസ്സിന് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഈ ലേസിനെസ്സൊക്കെ മാറ്റിക്കളഞ്ഞ് നല്ല ഫ്രഷായി നല്ല ഹാപ്പിനെസ്സോട് കൂടി നല്ല പോസിറ്റീവ്ലി നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടിപ്സുകളുണ്ട് കേട്ടോ. അപ്പം ഇത് എനിക്ക് കിട്ടുന്ന അറിവുകളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി നല്ല ഹാപ്പിനെസ്സായിട്ട് നല്ല പോസിറ്റീവ് ആൾക്കാരായിട്ട് ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലിയെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ. കുഞ്ഞുങ്ങൾ, നമ്മൾ വീടുകളിലുള്ള അറ്റ്മോസ്ഫിയർ, അതിനനുസരിച്ചിട്ടാണ് അവരുടെ ഫ്യൂച്ചർ അവർ സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടാണ് അവർ വളരുന്നത്. നമ്മൾ നല്ല ആക്റ്റീവായിട്ട്, നല്ല എന്താ പറയുക, ഹാപ്പി ആയിട്ട്, നല്ല പോസിറ്റീവായിട്ട്, നല്ല ഹൈ വൈബ്രേഷനിൽ 24 hours അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ മക്കളും ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആയി വരും അല്ലേ. പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, എൻ്റെ പേര് ഷജീല ഹലീമ, ഞാനൊരു ലൈഫ് കോച്ചാണ്, അതുപോലെ തന്നെ മൈൻഡ് പവർ ട്രെയിനറാണ്.
എനിക്ക് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന നോളജ് എല്ലാം ഞാൻ എല്ലാവർക്കുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുവഴി അവരുടെ ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാവും. അപ്പോൾ ലേസിനെസ് മാറ്റാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് സെറ്റ് യുവർ ഗോൾസ്. എന്താണ് സെറ്റ് യുവർ ഗോൾസ് എന്ന് പറയുന്നത്? നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം അല്ലേ? നമുക്ക് ലക്ഷ്യബോധം ഇല്ലെങ്കിൽ, നമുക്കൊരു ലക്ഷ്യം, നമ്മുടെ ഒരു എയിം നമ്മൾ സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് അങ്ങോട്ട് പോകൂലേ. നമുക്ക് എപ്പോഴും ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാനുള്ള ഒരു ചെറിയ ഗോളാവട്ടെ ഒരു വലിയ ഗോളാവട്ടെ നിങ്ങളത് സെറ്റ് ചെയ്യുക. മനസ്സിലായോ? നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നമ്മളൊരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യണം. ഒരു ജോലി കണ്ടെത്തുന്ന ആളാണെങ്കിൽ നമുക്ക് ഇന്ന ജോബ്, നമുക്കൊരു ക്ലാരിറ്റി വേണം അവിടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ജോലിയാണ് നമുക്ക് വേണ്ടത്, ആ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം. എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അവരുടെ ബർത്ത് റൈറ്റാണ്. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മൈൻഡിനെ ഒന്ന് വൈസായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത് പണിയേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് തന്നെ കുറച്ചും കൂടെ ഒന്ന് ടെക്നിക്കലി കുറച്ചും കൂടെ ഒന്ന് വൈസായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്താൽ, നമ്മുടെ തോട്ടുകളെ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആയിട്ടുള്ളൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യും? ആ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമല്ലേ. അത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു 10% നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രപഞ്ചശക്തിയായ റബ്ബ് അതിൻ്റെ ബാക്കി 90% നമ്മളിലേക്ക് കൊണ്ടുതരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇനിഷ്യൽ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റ് യുവർ ഗോൾസ്. നമ്മുടെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ബേണിംഗ് ഡിസയർ ആയിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിലേക്ക് എത്തണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ അവിടെ നമ്മൾ കൊടുക്കണം. എന്നിട്ട് അതിലേക്കുള്ള ആക്ഷൻസ് നമ്മൾ ടേക്ക് ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷനിൽ എപ്പോഴും പറയുന്നത് അതിനകത്ത് ആക്ഷൻ ഉണ്ട്. നമ്മൾ ഒരു ബേണിംഗ് ഡിസയർ നമ്മുടെ മൈൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള ആക്ഷൻസ് നമ്മൾ സ്റ്റാർട്ടാക്കണം. അപ്പോൾ തന്നെ നമ്മളങ്ങ് സ്റ്റാർട്ടാക്കും ഓട്ടോമാറ്റിക്കലി. നമുക്കത് ബേണിംഗ് ഡിസയർ ആണെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് സെറ്റ് ടു ഡു ലിസ്റ്റ്. എന്താണ് ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടമ്മയാണെങ്കിൽ, ജോലിക്ക് പോകുന്നവരുടെ കാര്യം ഞാൻ ആദ്യം പറയാം. ഈ ജോലിക്ക് പോകുന്നവർ അവരെന്താ വിചാരിക്കുന്നത്? തിക്കും തിരക്കും എന്നും ഇതൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് റൊട്ടീനായിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാവർക്കും ഒക്കെ ഫുഡ് കൊടുക്കണം, പാക്ക് ചെയ്യണം, കുട്ടികളെ സ്കൂളിൽ വിടണം, പിന്നെ ജോലിക്ക് പോകണം, പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് അങ്ങനെ ഇതന്നെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലൊരു സ്ട്രെസ്ഫുൾ ആണല്ലേ. പിന്നെ ഡ്യൂട്ടി സ്ഥലത്ത് എന്തൊക്കെ ജോലികളാണ്, ഇതെല്ലാം കൂടി നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ സ്ട്രെസ്സ് കയറുവാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്ട്രെസ്സ് റിലീവ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. രാത്രി തന്നെ നാളത്തെ കാര്യങ്ങൾ, നാളെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ ചെയ്തു വെക്കാൻ പറ്റും. അപ്പോൾ പിറ്റേന്നത്തെ കാര്യം ഈസിയാവും. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് ചെന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ ലൈഫാണെങ്കിൽ ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടല്ലേ നമ്മൾ മാനേജ് ചെയ്യുന്നത്. അല്ലാതെ ഓഫീസിൽ പോകുന്നവർക്ക് ഒരു റെഗുലർ പാറ്റേൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ അവർ ടു ഡു ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആവും. നമ്മുടെ ഓഫീസ് വർക്കൊക്കെ വളരെ വളരെ സ്ട്രെസ് ഇല്ലാതെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ അപ്പം ആ ഒരു ഡേ നമ്മളവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ വളരെ ഈസി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് ചെയ്ത് തീർത്ത് നമുക്ക് ഇഷ്ടം പോലെ സമയവും കിട്ടും. നമ്മളൊന്നും ഓർഗനൈസ്ഡ് അല്ല, സിസ്റ്റമാറ്റിക്കലി അല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു വീട്ടമ്മയെ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും രാവിലെ മുതൽക്ക് രാത്രി ആയാൽ പോലും അവരുടെ വർക്ക് ഫിനിഷ് ആവത്തില്ല. കാരണം ഒരു ഓർഗനൈസ്ഡ് അല്ല, അവർ സിസ്റ്റമാറ്റിക് അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്.
ഒരെണ്ണം ചെയ്യുന്നതിന് മുന്നേ അടുത്തതിലേക്ക് പോകും, അടുത്തത് ചെയ്യുന്നതിന് മുന്നേ മറ്റേതിലേക്ക് പോകും. അപ്പം ഒന്നും അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ടാസ്കിലേക്കായി പോകും. അപ്പം എല്ലാവരും ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് നമുക്ക് മടി മാറ്റാൻ നമുക്ക് സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ, ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എനിക്ക് ഇതാണ്, ഇതിനിടയ്ക്ക് ഈ സമയം എൻ്റെ ബ്രേക്ക് ടൈമാണ്, അല്ലെങ്കിൽ ഈ സമയം എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്, ഓക്കെ നെക്സ്റ്റ് ഇതാണ് ജോലി. അപ്പം ഈ വർക്ക് ഇങ്ങനെ ടു ഡു ലിസ്റ്റിൽ കിടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്റ്റീവ് ആവും. നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ നല്ല പോസിറ്റീവ് വൈബിൽ നിൽക്കും. കാരണം നമുക്കത് ചെയ്ത് തീർക്കണം. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ഈസി ആയിട്ട് ആ ഡേ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ്. അങ്ങനെ ഉണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ബ്രേക്ക് തിങ്സ് ഇൻ ടു സ്മാളർ സ്റ്റെപ്സ്. അതായത് ഒരു വലിയ ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഒറ്റയടിക്ക് അതങ്ങോട്ട് ചെയ്യാൻ വേണ്ടി നിന്നാൽ നമുക്ക് എങ്ങും എത്താതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ആകെ സ്ട്രെസ്സായി, പിന്നെ ഒരുപാട് സ്ട്രെയിനും ബോഡി സ്ട്രെയിൻ ആണെങ്കിലും അത് ബ്രെയിൻ ആണെങ്കിലും എല്ലാം കൂടെ ആകെപ്പാട് നമ്മളൊരു വല്ലാത്തൊരു അവസ്ഥയിലായി പോകില്ല. അവിടെ നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ, ഒരു ഹൗസ് വൈഫ് ഒരു കിട്ടുവാണ്, ഇന്നത്തെ ദിവസം എനിക്ക് ഫുള്ള് ക്ലീനിങ് ആയിരിക്കും, ഡീക്ലട്ടറിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ റൂമായിട്ട് ഡീക്ലട്ടറിങ് ചെയ്തോ, ഓരോ ദിവസം ഓരോ റൂം ക്ലീൻ ചെയ്തോ. ഇന്നൊന്ന് ചെയ്താൽ നാളെ ഒരെണ്ണം ചെയ്യാൻ പറ്റും, നാളെ ഒരെണ്ണം ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ വീക്ക് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് എല്ലാ സ്ഥലവും നമുക്ക് ചെയ്യാനും പറ്റും, നമുക്കിതിനൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, ഒരു വലിയ ടാസ്ക് നമ്മൾ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ നിൽക്കാതെ അതിനെ സ്പ്ലിറ്റാക്കി ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് വലിയ ടാസ്കിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്റ്റെപ്സുകൾ അതിലേക്ക് എടുക്കുക. ഓക്കെ, നാലാമത്തേതെന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ എന്ന് പറയുന്നത്? ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം. എന്തും നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് കഴിയും, നമുക്കത് ചെയ്ത് തീർക്കണം, നമുക്കത് പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ ഒരു ശുഭാപ്തി വിശ്വാസം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ജീവിതത്തിൽ വരുമ്പോൾ, തീർന്നു, ഇതോടെ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം ഒന്നും നടക്കത്തില്ല, ഇനിയിപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല, അങ്ങനെ പറഞ്ഞിട്ട് അവിടെ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട്. പാടില്ല. ഞാൻ എന്തിനാ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൽ എല്ലാവരും നല്ല രീതിയിൽ, നല്ല ഹാപ്പി ആയിട്ട്, നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഒരാളെങ്കിലും ഒന്ന് നല്ല രീതിയിലേക്ക് ഒന്ന് നല്ല ഹാപ്പി ആയിട്ട്, ഓക്കെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടായി, ഞങ്ങൾ വളരെ ഹാപ്പിയായി, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു എന്ന് ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാൽ അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഹാപ്പി ആവും. ഒരിക്കലും നമ്മൾ ഒരു സിറ്റുവേഷനിലും, അഡ്വേഴ്സ് സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാകും. നമുക്ക് എപ്പോഴും ലൈഫ് എന്ന് പറയുന്നത് എന്താ പറയാനാ, ഒരു ചുവന്ന റോസാപ്പൂവിൻ്റെ ഒരു പട്ടുമെത്ത പോലെ അത്രയും വലിയ സ്മൂത്തായിട്ടുള്ള സംഭവമൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. അതിൽ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് ചിലപ്പം ഫിനാൻഷ്യലി, ചിലപ്പോൾ ഹെൽത്ത് വൈസ് എന്ന് പറയണ്ട, എന്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ. അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണോ? വേണ്ട. കാരണം നമുക്ക് എല്ലാവർക്കും ബർത്ത് റേറ്റ് ഉണ്ട്. നമുക്ക് നല്ലവണ്ണം ജീവിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്ത് നമ്മൾ വാങ്ങിക്കുക. മനസ്സിലായോ? ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ടാവും. നമുക്കൊരു ചെറിയൊരു ട്രാജഡി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തീരുന്നതല്ല, അതിൻ്റെ ട്രാജഡിയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കാനുള്ളത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് നോക്കുക. പിന്നെ അതിനെ പോയി ചികഞ്ഞു പിടിച്ച് അതെന്താണ് ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ അങ്ങനെ വിചാരിച്ച് അത് തന്നെ ഇങ്ങനെ ആലോചിച്ച് 24 hours അത് തന്നെ ആലോചിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ തളർന്നു പോകും അവിടെ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ ലോകത്തിൽ ഒരു 95% ആൾക്കാരും നിങ്ങൾ ഉയർന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഉയർന്ന സ്ഥാനത്തേക്ക് ജീവിതത്തിൽ നിങ്ങൾ എല്ലാ മേഖലയിലും ഉയർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ 95% ആൾക്കാരും? ഒരിക്കലും അല്ല. നമ്മൾ ഉയർന്നു വരണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലേ? നമ്മളെ ഉന്തിത്തള്ളി കൊണ്ടുവിടാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ആരും വരത്തില്ല.
എന്നാൽ നമ്മളൊരു പടുകുഴിയിൽ അകപ്പെട്ടു പോയി എങ്കിലും സഹതാപത്തോടെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആരുടെയും സഹതാപം നമുക്ക് വേണ്ട. സഹതാപം എന്നുള്ള വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല, നമുക്കത് വേണ്ട. കാരണം എനിക്കൊരു ഡ്രോബാക്ക് വന്നാൽ എനിക്കറിയാം അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. തിങ്ക് ചെയ്യാനുള്ള ശേഷിയുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. നമുക്ക് ആലോചിക്കാം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു വളരെ മുന്നേ. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ്. ആ ഹെൽത്ത് ബ്ലെസ്സിങ് വന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എന്താ പറയാനാ, എനിക്ക് ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, എനിക്ക് ഇനിയിപ്പം ഒന്നാമത് ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ആരെങ്കിലും എന്നെ വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുമോ? ഇല്ല, പാടില്ല, നീ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നീ എന്താണെന്ന് വെച്ചാൽ അത് നോക്കണം, നീ ഇങ്ങനെ തളർന്നിരുന്നാൽ ശരിയാവത്തില്ല, അങ്ങനെ ആരെങ്കിലും വന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. വന്ന് ചിലപ്പോൾ സഹതാപത്തോടെ ആൾക്കാർ പറയുമായിരിക്കും, എന്നാലും ഇങ്ങനെ ആയിപ്പോയല്ലോ. അങ്ങനെ ഒരു സഹതാപ മനോഭാവം നമുക്ക് വേണ്ട, നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഓക്കെ, അപ്പം നമ്മൾ അവിടെ തളർന്നിരിക്കാതെ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ അതിനേക്കാളും അത് നമുക്കൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാനാ ഒരു താഴ്ച നമുക്ക് തന്നത് അതിൻ്റെക്കാലം 100 ഇരട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പം കുറച്ച് സമയം നമുക്ക് ജോലി നഷ്ടപ്പെട്ടു, കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു, ശരി, ഓക്കെ, ആയിക്കോട്ടെ, ആ സമയം നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പം നമുക്ക് മൈൻഡ് കുറച്ചും കൂടി ഒന്ന് റീഫ്രഷ് ആക്കി അടുത്ത ലെവലിലേക്ക് ഈ ജോലി പോയെങ്കിൽ അത് എന്തുകൊണ്ടാണ് പോയത്? ആ ഒരു സ്ഥാപനത്തിന് നിങ്ങളെപ്പോലെ നിങ്ങളുടെ അത്രയും കഴിവുള്ള ഒരു പേഴ്സണെ അവർക്ക് കിട്ടാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടത്. നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ കഴിവ് അതുപോലെ തന്നെ അവിടെ ഉണ്ട്. മനസ്സിലായോ? അവർക്ക് അതിനുള്ള യോഗ്യതയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പം നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കാത്തിരിക്കുന്നത് അതിനേക്കാളും ഹയർ ലെവലിലുള്ള ഒരു ജോലിയാണ് എന്ന് ശുഭാപ്തി വിശ്വാസം ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിനിടയ്ക്ക് ആ കിട്ടുന്ന സമയമുണ്ടല്ലോ, നമുക്ക് ഒരു ജോലിയിൽ നിന്നും അടുത്ത ജോലിയിലേക്ക് പോകാനായിട്ടൊരു ചെറിയ പീരീഡ് കിട്ടുമല്ലോ. ആ പീരീഡ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് നിങ്ങൾ കണക്കാക്കുക. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾ കണ്ടിന്യൂസ്ലി നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യും. ഇനി ഒരു ബിസിനസ്സിൽ തളർന്നു പോയ ഒരാളിനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുമല്ലേ? മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യും? അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അവൻ കാരണം അല്ലെങ്കിൽ അവൾ കാരണമാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാനിപ്പം ഭയങ്കര ലെവലിലേക്ക് ഞാൻ എത്തിയനെയാണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തും മറ്റുള്ളവരെ. ഒരിക്കലും അത് പാടില്ല. നമ്മൾ ആ സമയം നമ്മൾ എന്താ ചെയ്യണം? ഇതിനകത്തുനിന്ന് എനിക്ക് ലെസൺ പഠിക്കാനുണ്ട്, ഇതെനിക്ക് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് തന്ന ഒരു പാഠമാണ്, ഇതിനകത്തുനിന്ന് എനിക്ക് ഉൾക്കൊള്ളാനുണ്ട്. പോസിറ്റീവായിട്ട് എടുക്കുക. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലൊരു തളർച്ച വന്നു പോയി കഴിഞ്ഞാൽ അത് കുറച്ച് ബ്രേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ആ ബ്രേക്ക് ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ എങ്ങനെ നമുക്ക് സീറോയിൽ നിന്ന് ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ് കേട്ടോ, ടു ബി ഓണസ്റ്റ്. ശരിക്കും ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഞങ്ങൾ വളരെ ഹൈ ലെവലിൽ ജീവിച്ചു. പിന്നെ ഒരു ഡ്രോബാക്ക് വന്നു. സീറോയിൽ നിന്ന് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ശരിക്കും ഞാൻ ഇപ്പോൾ എൻ്റെ മൈൻഡിലെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറയുന്നത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, എല്ലാവരെയും നല്ല സന്തോഷപരമായിട്ട് കാണണം, എല്ലാവരും നല്ല പോസിറ്റീവായിട്ട്, നല്ല എന്താ പറയുക ജില്ലെന്നായിട്ടുള്ള എല്ലാം ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു സ്ട്രഗിള്, അതിൽ നിന്ന് കടന്നു വന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ സ്ട്രഗിള് ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് സഹായം വേണമെങ്കിലും വാക്കുകളാലോ പ്രവൃത്തികളാലോ എങ്ങനെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്നും അന്നും ഞാൻ തയ്യാറാണ്. അപ്പം നമ്മൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ ലൈഫ് കോച്ചിങ് മേഖല തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം പകരണം. ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് മീൻസ് 10, 30, 40 വർഷം വരെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മരണം വരെ. അങ്ങനെയൊന്നും കാര്യമില്ല. കാരണം നമ്മളൊന്ന് വയസ്സായിട്ട് ചിന്തിച്ച് നമ്മളെപ്പോഴും ബിഗ് ചിന്തിക്കുക, വളരെയധികം ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് നമ്മുടെ തോട്ടിനെയൊക്കെ ഒന്ന് ഏകീകരിച്ച് കൊണ്ടുവന്ന് ആ തോട്ടിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാടൊന്നും കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതുവഴി നിങ്ങൾക്ക്
ഇപ്പം ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ലെവൽ ഓഫ് കോഴ്സുകളാണ്. തീർച്ചയായിട്ടും ഈ ഓരോ ലെവൽ കോഴ്സിന് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വളരെ ഉയർച്ചയിലേക്ക് ഇപ്പം തന്നെ ഞാൻ ഫ്രീ സെഷൻസ് കൊടുത്ത സമയത്ത് തന്നെ ആ സ്റ്റുഡൻസിന് ഉണ്ടായ മാറ്റങ്ങൾ, ഉണ്ടായ ഹാപ്പിനെസ്, ഒരുപാട് പേര് നല്ല അനുഭവങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്നും മാജിക്കോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കൂടുതലും നമ്മുടെ സ്പിരിച്വാലിറ്റിയിലേക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ കൂടുതൽ അടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മളെല്ലാം അവിടത്തേക്ക് ഏൽപ്പിക്കുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് ആ തോട്ട് വഴി നമുക്ക് എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും അത് ഒരു ഫാക്റ്റാണ് കേട്ടോ, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ 4ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ ക്രിയേറ്റ് ചെയ്യുക. 5ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. എന്താണ് ഈ റിമൂവ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഒഴിവാക്കി നിർത്തുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ മൊബൈൽ അടുത്തുണ്ടാവും, അത് 24 hours നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ? അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. ഈ മൊബൈൽ ഇങ്ങനെ നമ്മൾ അടുത്തിരിക്കുകയാണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഉടനെ ടിങ് ടിങ് കേട്ടു, സൗണ്ട് കേട്ടു, നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ. ശരിക്കും ഒരു പ്രോപ്പർ ഗോൾ സെറ്റ് ചെയ്ത് ശരിക്കും മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാൾ അതിൻ്റെ പുറകെ പോവില്ല. കാരണം അവനൊരു ഗോളുണ്ട്, അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവൻ ആ കാര്യത്തിലേക്ക് കടക്കുവാണ്. അപ്പോൾ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതല്ല, എൻ്റെ എയിം അതല്ല. ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ലേറ്റർ ആണെങ്കിലും നമുക്ക് നോക്കാമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ഓൺ യുവർ എയിം. നമ്മുടെ എയിമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മളൊരിക്കലും മറ്റുള്ള കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റ് ആകാതിരിക്കുക. നമ്മളെന്ത് ചെയ്യും? നോർമലി നോട്ടിഫിക്കേഷൻ വന്നു, ഓക്കെ, അതിനകത്തൊരു ഇപ്പം ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടി, ഉടനെ അതെടുത്ത് അത് നോക്കി, പിന്നെ ചിലപ്പോൾ ഒരു റീൽസ് വല്ലതും ആയിരിക്കും, പിന്നെ അത് തോണ്ടി പോകുമ്പോൾ പിന്നെ അടുത്തത് വന്നു, പിന്നെ അവിടെ വെക്കും, അടുത്ത പിന്നെയും ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ പിന്നെയും വേറൊരു ഡിസ്ട്രാക്ഷൻ വന്നു, പിന്നെയും ഒരു നോട്ടിഫിക്കേഷൻ, വാട്സപ്പിൽ മെസ്സേജ് വന്നു, പിന്നെ ഉടനെ അതിലേക്ക് പോയി. പിന്നെ അങ്ങനെ നമ്മുടെ ജീവിതം മൊത്തവും നമ്മുടെ ആരുടെയൊക്കെയോ എയിം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് അല്ലേ? അതാണോ വേണ്ടത്? ഒരിക്കലും അല്ല. നമ്മുടെ എയിമിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമുക്കൊരു ബേണിംഗ് ഡിസയർ ഉണ്ട്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോൾ. ഒരു 6 month കൊണ്ട് എനിക്കൊരു എന്താ പറയാനാ, ഒരു 10 lakhs അല്ലെങ്കിൽ 25 lakhs എനിക്ക് ഉണ്ടാക്കണം 6 monthിനുള്ളിൽ എന്നാണ് എൻ്റെ ബേണിംഗ് ഡിസയർ എങ്കിൽ നമ്മൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് കൊടുക്കുക. നമ്മുടെ ഈ സമയം കൊല്ലുന്ന മീൻസ് നിങ്ങൾക്ക് കാണാം, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന, നിങ്ങൾക്ക് ഹാപ്പി തരുന്ന എന്തെങ്കിലുമൊക്കെ റീൽസ് ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ, ഒരു 3/4 മണിക്കൂറൊക്കെ നമുക്കത് കാണാം, നോ വറീസ്. ബട്ട് ഫുൾ ടൈം നമ്മളിങ്ങനെ മൊബൈലെടുത്ത് അതിൽ തോണ്ടി ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ ആരെയാണ് വളർത്തുന്നത്? നമ്മുടെ എയിമാണോ അവിടെ ഫുൾഫിൽ ആവുന്നത്? ഒരിക്കലും അല്ല. അത് മറ്റുള്ളവരുടെ എയിമിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്യുന്ന അവൻ്റെ ജോലിയാണ്, മനസ്സിലായോ? എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉള്ള നെഗറ്റീവ് എല്ലാം കുത്തി നിറച്ച് മറ്റുള്ളവർക്കും നെഗറ്റീവ് കൊടുത്തു, അവനവനും നെഗറ്റീവ് എടുത്തു. ഒന്നിനും കൊള്ളാത്തവരായി ആൾക്കാരെ മാറ്റിക്കളയും. നിങ്ങൾ അവിടെ നിന്ന് സ്കിപ്പാവുക, നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി പോവുക. നമുക്കതൊന്നും വേണ്ട. അത് നമുക്ക് നെഗറ്റീവ് എനർജി തന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അതൊരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അത് അവിടെ പാതി വഴിയിൽ നമുക്ക് നിർത്തി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം എപ്പോഴും നമ്മൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം? നമ്മുടെ എയിം എന്ന് പറയുന്നത്, ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എയിമിലേക്കായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെയിലി ആക്റ്റീവ് ആയിരിക്കുക. നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുത്തിപ്പിടിച്ച് വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടി എന്താ പറയാനാ, ഉള്ള നെഗറ്റീവ് എല്ലാം കൂടെ മനസ്സിനകത്തോട്ട് വലിച്ചു കയറ്റിയിരിക്കുന്നതിനേക്കാളും എപ്പോഴും ആക്റ്റീവായിരിക്കും. നമ്മൾക്ക് ഓൾറെഡി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അതിനകത്ത് ഹാഫ് ആൻ അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്തോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിനോദത്തിനോ എന്തിനെങ്കിലും ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്തോ. പക്ഷേ നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിരിക്കുക. ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ടാവും, നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടാവും. ആരെയും നമുക്ക് പിണക്കുകയും ഒന്നും വേണ്ട, ആരോടും നമുക്കൊരു വിരോധവും ഒന്നും നമുക്ക് വെക്കണ്ട. പക്ഷേ ഒരു ആക്ടിവിറ്റീസും ഇല്ലാതെ വെറുതെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സഹവാസം ഒഴിവാക്കുക. നമുക്ക് എയിമുണ്ട്, നമുക്ക് ഗോളുണ്ട്, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ട്. നമ്മൾ അതിനകത്ത് നോക്കി ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എനിക്കത് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇന്ന കാര്യമുണ്ട്. എപ്പോഴും നമ്മളെ നോ പറയേണ്ടിടത്ത് നോ പറയാൻ ശീലിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ആരുടെയെങ്കിലുമൊക്കെ മുഖത്ത് നോക്കിയിട്ട് നോ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എനിക്ക്.
പക്ഷെ ഇപ്പം എനിക്കറിയാം, ഞാനിത് പഠിച്ചു ഒക്കെ കഴിഞ്ഞു, എനിക്ക് അറിയാം ഇപ്പോൾ നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം. മനസ്സിലായോ? നമുക്ക് നമ്മളാണ് പ്രധാനം, നമുക്ക് നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. അങ്ങനെ നമ്മളൊരു മെൻറ്റാലിറ്റിയിലേക്ക് എടുക്കുക. നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അത് എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷേ ആ സഹായം ചെയ്തു കൊടുക്കുമ്പം അത് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് നിങ്ങളെപ്പോഴും നോക്കി കാണുക. മനസ്സിലായോ? നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുപോയി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഫ്ലോ ബാക്ക് ഉണ്ടായാൽ അവർ വന്ന് പറയുമോ ഇത് എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയിപ്പോയതെന്ന്? ഒരിക്കലും പറയില്ല. എനിക്ക് തോന്നുന്നില്ല 100% ആൾക്കാരും അങ്ങനെ പറയത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവറെങ്കിലും എന്തെങ്കിലും ഒരു എക്സർസൈസ് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ആ രാവിലെ എഴുന്നേറ്റ് ആ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, ഗോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ടു ഡു ലിസ്റ്റ് തലേദിവസം തന്നെ നാളത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു. എന്തെങ്കിലും ചെറിയ കാര്യമാവട്ടെ, ജോലിക്ക് പോകാത്തവരാണെങ്കിൽ പോലും അവർക്കും കാണും ചില മിക്കവാറും കാര്യങ്ങൾ അല്ലേ, പല പല കാര്യങ്ങളാണ്. അതൊക്കെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് രാവിലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് നല്ല രാവിലെ ഒരു ചെറിയ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആണെങ്കിലും മതി ഒരു വാക്കിനൊക്കെ പോയി ആ വാക്കിൽ മൊത്തം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമുക്ക് തലേ ദിവസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിലൂടെ രാവിലെ അപ്പോൾ ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ഒന്ന് നടന്ന് നമുക്ക് ജീവിതത്തിൽ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് അപ്പോഴത്തന്നെ നമ്മുടെ മൈൻഡൊക്കെ നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അതങ്ങനെ നടന്നു കഴിഞ്ഞ് വന്നു. പിന്നെ ചെറിയൊരു വേറെ എന്തെങ്കിലും എക്സർസൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് ഈ നടത്തുകയാണെങ്കിൽ അതും മതി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം നല്ല ഫ്രഷായി നമുക്ക് നല്ലൊരു പുതിയ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. ഇനഫ് സ്ലീപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ രാത്രി വളരെ ലേറ്റായിട്ട് ഉറങ്ങുക എന്നുള്ളത് അല്ലേ. 12-1 മണി വരെയൊക്കെ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും വർത്താനം പറഞ്ഞും ഒക്കെ നമ്മൾ സമയം കളഞ്ഞിട്ട് നമ്മൾ പോയി കിടക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മിക്കവാറും രാവിലെ താമസിച്ച് ചിലപ്പോൾ എഴുന്നേൽക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ടാവും. ഇനഫ് സ്ലീപ്പ് അവിടെ കിട്ടില്ല. നമ്മുടെ ബ്രെയിനിന് ഇനഫായിട്ടുള്ള റെസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് നല്ല നല്ല ചിന്തകൾ വരുള്ളൂ, നമുക്ക് ശരിക്കും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. നമുക്ക് ഇനഫായിട്ടുള്ള സ്ലീപ്പ് കിട്ടണം അല്ലേ. നല്ല ഉറക്കം കിട്ടാത്തവർക്ക് എന്താ പറ്റുക? അവർ പിറ്റേ ദിവസം ചടഞ്ഞുകൂടി എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കുമ്പോൾ ഉറക്കം വന്ന് പോട്ടുവായിട്ട് ഇങ്ങനെ അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ എനർജി മൊത്തം പോകുമല്ലേ. അപ്പം അങ്ങനെ ആവാതെ നമ്മൾ എപ്പോഴും ഇനഫ് സ്ലീപ്പ് നമ്മൾ ഉറപ്പുവരുത്തുക. അത് ഹെൽത്തി ബോഡിക്കും ഹെൽത്തി മൈൻഡിനും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ 8ാമത്തെ ഗോൾ എന്ന് പറയുന്നത് റിവാർഡ് യുവർ സെൽഫ്. ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ മറ്റുള്ളവർക്ക് റിവാർഡ് കൊടുക്കാറുണ്ടല്ലേ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടല്ലേ. വെൽ ഡൺ, യു ഡൺ വെരി വെൽ, അല്ലെങ്കിൽ ഫാബുലസ്, അല്ലെങ്കിൽ മാർവലസ്, അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കും അല്ലേ. നമ്മളെപ്പോഴെങ്കിലും നമുക്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കണം നമ്മൾ ശരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്കാണ്. നമ്മളുണ്ടെങ്കിൽ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ നമ്മളുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ എയിമൊക്കെ അച്ചീവ് ചെയ്ത് നല്ലൊരു തലത്തിലേക്ക് നമ്മുടെ ഫാമിലി ആണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കുക, നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ബാക്കി നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും ഓക്കെ ആവും. അപ്പം നമ്മളെപ്പോഴും ഒരു ചെറിയ കാര്യമാവട്ടെ, നിങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതി അതിലെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, റിവാർഡ് യുവർ സെൽഫ്, കൺഗ്രാറ്റ്സ്. നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ എന്താ പറയുക പാമ്പർ ചെയ്യുക. മനസ്സിലായോ? വെൽഡൺ ഷജീല, വെൽഡൺ, നിനക്കത് ചെയ്തല്ലോ, നിനക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക. ഓരോന്ന് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു ജോലി കിട്ടി, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പം നമ്മളവിടെ സെൽഫ് ലവ് കൊടുക്കുവാണ്. നമ്മൾ ഈ സെൽഫ് ലവ് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു സെൽഫ് ടോക്ക്. നിങ്ങളൊരു മിററിൻ്റെ മുന്നിൽ പോയിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൽ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് മിറർ പ്രാക്ടീസ്.
മിറർ പ്രാക്ടീസിൽ നമ്മൾ മിററിൻ്റെ മുന്നിൽ പോയി നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. വെൽ ഡൺ ഷജീല, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ വെൽ ഡൺ പറയുകയാണ്, അവർക്ക് കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ വെറുതെ ഇങ്ങനെ വായി തോന്നുന്നു ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ ഓരോ ഫാക്റ്റുകളാണ്, ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. മനസ്സിൻ്റെ അവസ്ഥകൾ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ റിവാർഡ് കൊടുക്കുക നമുക്ക് തന്നെ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റാണെന്ന് വെച്ചോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്നിക്കേഴ്സ് എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു സ്നിക്കേഴ്സ് വാങ്ങിച്ചപ്പോൾ നമുക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ ഒരു സ്നിക്കേഴ്സ് മേടിച്ച് നമ്മൾ കഴിക്കുക, നമ്മൾ കൊടുക്കുന്ന റിവാർഡാണ്. വെൽ ഡൺ ഇത് കഴിക്കേ നമ്മൾ കൊടുക്കുക. അത് എന്താ പറയാനാ, തലയ്ക്ക് സുഖമില്ലാത്ത അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെപ്പോഴും സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് തന്നെ നമ്മൾ റിവാർഡ് കൊടുക്കുക. ഒരു ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഫാമിലിയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പോകുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ, എത്രയോ ഹസ്ബൻഡുമാരുണ്ട്. അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ആരും ശ്രമിച്ചെന്ന് വരില്ല. ചിലപ്പോൾ സ്വന്തം വൈഫിൽ നിന്ന് പോലും ഒരു അപ്രീസിയേഷൻ അവർക്ക് കിട്ടിയെന്ന് വരില്ല. നേരെ തിരിച്ചും അതുപോലെ ഒരു വൈഫ് കിടന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു. അവളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറാവുന്ന എത്ര ആണുങ്ങളുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്ന നമ്മുടെ പുരുഷന്മാരെല്ലാവരും അവരെ തിരിച്ചു വരുന്നു. അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? അവരൊന്ന് നന്നായി ഡ്രസ്സ് ചെയ്യുമ്പോൾ വെൽ ഡൺ, ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഇത് നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനുള്ള മനസ്സ് തോന്നുന്നുണ്ടോ? നമ്മൾ പറയും പുറത്തിറങ്ങുമ്പോൾ, വേറെ ആരെങ്കിലും കാണുമ്പോൾ അവരൊന്ന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് എവിടുന്ന നല്ല രസമുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തന്നെ റിവാർഡ് നമ്മൾ കൊടുക്കുക. ഈ റിവാർഡൊക്കെ കൊടുക്കുമ്പോൾ എന്താ പറ്റുമെന്നറിയോ? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും. ആ പോസിറ്റീവ് എനർജി കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും നമുക്ക് ചെയ്യാൻ തോന്നും കൂടുതൽ കാര്യങ്ങൾ. ലേസിനെസ് നമുക്ക് മാറ്റിയെടുക്കും. അപ്പം അതാണ് അതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത്, ലേസിനെസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേ പോസിറ്റീവ് ഓൾവേസ്. ഞാൻ ഇനിഷ്യലി എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ലൈഫ് കോച്ചിങ് എനിക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയപ്പോൾ തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് പോസിറ്റിവിറ്റി എന്ന്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും ഒരു കാര്യം വന്നാലും എന്ത് തന്നെ വന്നാലും, ആകാശം ഇടിഞ്ഞു വീണാലും എൻ്റെ ഹാപ്പിനെസ്സിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോസിറ്റീവായിട്ട് ഞാൻ ഇരിക്കുള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഞാൻ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. എത്ര നെഗറ്റീവ് ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നാലും എൻ്റെ എനർജി ലെവലിനെ ഞാൻ താഴേക്ക് കൊണ്ടുപോകത്തില്ല എന്ന് നമ്മൾ ഉറച്ചൊരു പ്രതിജ്ഞ എടുക്കുക. എനിക്ക് ഫിസിക്കലി എന്ത് പ്രോബ്ലം വന്നാലും, എൻ്റെ ഫിനാൻഷ്യലി എന്ത് ബ്ലെസ്സിങ്സ് എനിക്ക് ഉണ്ടായാലും, എൻ്റെ പോസിറ്റിവിറ്റിയിൽ നിന്ന് ഞാൻ അണുകിട പോലും വ്യതിചലിക്കില്ല എന്നുള്ള ഉറച്ച ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ ഉള്ളിൽ കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ ഒറ്റ ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് ജീവിതത്തിലൊന്ന് പകർത്തി നോക്കുക. നമ്മുടെ വീട് തന്നെ ഒരു സ്വർഗമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും എൻ്റെ വീട്ടിലുള്ള അവർ ശരിയല്ലാത്തതുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡ് ശരിയല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ വൈഫ് പറയും, ഹസ്ബൻഡ് പറയും ഇവള് ശരിയല്ലാത്തതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. അങ്ങനെയല്ല. നിങ്ങളൊന്ന് മാറാൻ ശ്രമിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും മാറിയതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മൾ ഒരാൾ മാറുമ്പോൾ ആ വീട് മൊത്തവും സ്വർഗ്ഗതുല്യമായി മാറുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? ഒരാൾ മാറുമ്പം ആ ഒരു വീട് മൊത്തവും മാറി. ആ ഒരു വീട് മൊത്തം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും മാറും. കാരണം നമ്മുടെ മെൻറ്റാലിറ്റി ഓക്കെയാണ്. നമ്മൾ പോസിറ്റീവ് മൈൻഡിൽ കൂടെ അവരെ കാണുകയാണ്. നമ്മളോട് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടോ, നോ വറീസ്, നമ്മളതെല്ലാം അങ്ങ് വിട്ടേക്കുക, ലെറ്റ് ഗോ ചെയ്യുക, നമ്മളതങ്ങ് മറന്നു കളയുക. അതും ഇങ്ങനെ മൈൻഡിൽ വെച്ച് വർഷങ്ങളോളം അതും പറഞ്ഞുകൊണ്ട് നടന്ന് ഉള്ള ഇതൊക്കെ ഈ നെഗറ്റീവ് എനർജി ഉള്ളുവരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? മണി ബ്ലോക്ക് അവിടെ ഉണ്ടാവും. നമുക്ക് പൈസ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമ്മൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിളിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? നമുക്ക് ബ്ലോക്ക് ഉണ്ട്, ഫിനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ട്. അത് പല രീതിയിലും ആകാം കേട്ടോ. റിലേഷൻഷിപ്പിലെ ഇഷ്യൂ ഭയങ്കര മണി ബ്ലോക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ്. ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് ഭയങ്കര മണി ബ്ലോക്ക് ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ലാക്ക്,
അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നന്ദി പറച്ചിലിൻ്റെ അഭാവം. നന്ദി പറയുക എന്നുള്ളത് എനിക്ക് എത്ര വീഡിയോ ഞാൻ ചെയ്താലും അത് മതിയാവില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ നന്ദി പറയലിലൂടെ നമുക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും 28 ഡേയ്സ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവിടെ ഏകദേശം ഒരു 50% നമ്മൾ വിജയിച്ചു കഴിഞ്ഞു ലൈഫിൽ. ഓരോന്നിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതിരിക്കുക. എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ലാസ്റ്റ് വീക്കിൽ കൂടി എനിക്കൊരു ഭയങ്കര, ലാസ്റ്റ് വീക്കല്ല 2 വീക്സ് ബിഫോർ ഓൾസോ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. പക്ഷെ ഞാനത് ലെറ്റ് ഗോ ചെയ്തു. അതുകൊണ്ട് എന്താ പറ്റി, എൻ്റെ മൈൻഡ് കാമായി. എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഞാൻ പിന്നെയും അവരോടൊക്കെ ചെന്ന് മിണ്ടാനും തുടങ്ങി. അപ്പം അതുപോലെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറ്റൊരാൾക്ക് മുന്നിൽ അടിയറ വെക്കേണ്ടതല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ഉള്ളിൽ വെച്ചിരിക്കാതിരിക്കുക. നമ്മൾ അതങ്ങ് അപ്പോഴേ തന്നെ ഒന്നിൽ പറഞ്ഞു തീർക്കുക. ആളാണെങ്കിൽ പറഞ്ഞു തീർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. ഫോർഗീവ്നെസ്, നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഫോർഗീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉന്നതിയിലേക്ക് പോകത്തേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ എന്താ പറയാനാ, ഫോർഗീവ്നെസ്സിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓരോ മതവിശ്വാസത്തിലും ഉണ്ടല്ലേ. ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും നമ്മുടെ ജീസസ് കുരിശന്മേൽ കിടന്നപ്പോഴും എന്താ പറഞ്ഞത്, പുള്ളിക്കാരൻ രക്ഷപ്പെടുത്തണേന്നല്ലല്ലോ പറഞ്ഞത്, മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കണേന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഓരോ മതത്തിലും ഉണ്ട്. ഞങ്ങളുടെ ഇസ്ലാം മതത്തിലും ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സഫർ ചെയ്തു. പക്ഷെ അപ്പോഴും എന്താ പറഞ്ഞത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഫോർഗീവ്നെസ് തേടുകയാണ് ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും കാണും, ഹിന്ദു മതവിശ്വാസികൾക്കും കാണും അതുപോലെ. അപ്പം ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉന്നതിയിലേക്ക് എത്തുവാണ്. എനിക്ക് തന്നെ അറിയാം, എനിക്ക് ക്ലിയറായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട് മനസ്സിൽ ആ ശത്രുതയും വെച്ചും കൊണ്ട് വർഷങ്ങളോളം അങ്ങനെ നടക്കുന്നത്. അത് പാടില്ല. അത് അവിടെ നമുക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത്. നമുക്ക് മണി ലോസ് അവിടെ ഉണ്ടാവും, നമുക്ക് മണി ബ്ലോക്ക് ഉണ്ടാവും. നമുക്ക് എത്ര തന്നെ നമ്മൾ വർക്ക് ചെയ്താലും നമ്മുടെ കയ്യിൽ ക്യാഷ് നിൽക്കത്തില്ല. അങ്ങനെയൊക്കെ നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ, എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ മൈൻഡ് ക്ലെൻസിങ്ങിലൂടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് അവരെയൊക്കെ മെൻ്റലി നമ്മൾ ഹീൽ ചെയ്തെടുത്തുകൊണ്ട് വരിക ചെയ്യുന്നത്. എന്നാലേ അവർക്ക് പിന്നെ സക്സസ് ഉണ്ടാവത്തുള്ളൂ. അത് കഴിയുമ്പോഴേ അവർക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇങ്ങനെ മാട് പോലെ പണിയെടുത്ത് ഇങ്ങനെ നടക്കാനേ പറ്റത്തുള്ളൂ. താമത്തെ കാര്യം എന്ന് പറയുന്നത്, ഊഹിക്കാവോ ആർക്കെങ്കിലും? സ്മൈൽ ബ്യൂട്ടിഫുള്ളി. എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ ഒരാളിനെ അപ്രോച്ച് ചെയ്താൽ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒരാളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അത് എത്രയാണെന്നറിയോ? ഒരുപാട് വലുതാണ്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എനിക്ക് പെയിനുണ്ട്. ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നിരിക്കുകയാണ്. എനിക്ക് പെയിനുണ്ട്. എനിക്ക് വേണമെങ്കിൽ പോയി കിടന്ന് റെസ്റ്റ് എടുക്കാം, വെറുതെ കിടക്കാം. ഞാൻ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തു. പക്ഷേ എൻ്റെ ഫോക്കസ് എന്താണ്? എനിക്കൊരു എയിമുണ്ട്. എനിക്ക് എൻ്റെ കൊളീഗ്സും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ നാട്ടുകാരും എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ മൈൻഡിലെ പോസിറ്റീവ് എനർജി വരും. എനിക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് എനിക്ക് സ്പീഡി റിക്കവറി കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ ഞാൻ ഇങ്ങനെ ആക്റ്റീവായിട്ടിരുന്നാൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ചിരിച്ച മുഖത്തോടെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക. നമ്മുടെ ഒരു പുഞ്ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ഒരുപാട് പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓൾവേസ് സ്മൈൽ, എപ്പോഴും ബ്യൂട്ടിഫുള്ളി സ്മൈൽ ചെയ്യാൻ ശ്രമിക്കുക. ആക്ട് ചെയ്യാനല്ല കേട്ടോ, ആക്ട് ചെയ്യുന്നതല്ല കേട്ടോ, നമ്മൾ ചിരിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതല്ല കേട്ടോ. ശരിക്കും ഉള്ളിൽ നിന്ന് നമുക്കത് വേണം. നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ അതൊരു ഉള്ളിൽ നിന്നാണോ വരുന്നത്, അതോ ചുമ്മാ ഇങ്ങനെ ചിരിച്ച് വെക്കുവാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ. മാക്സിമം നിങ്ങളെ എപ്പോഴും ചിരിച്ചു കൊണ്ട് നിൽക്കാൻ ശ്രമിക്കുക. ബ്യൂട്ടിഫുള്ളി സ്മൈൽ ചെയ്യുക. ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒറ്റ കാര്യങ്ങളുമില്ല. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, നമ്മുടെ തോട്ടൊന്ന് ശരിയാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ 10 ടിപ്സ് നിങ്ങൾ ജീവിതത്തിൽ എന്താ പറയുക പ്രയോജനപ്പെടുത്തുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത്, ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും. പിന്നെ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ അറിയാത്ത ആനെ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊള്ളും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുടെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. പ്ലാനുണ്ട് ഒരുപാട്. എന്താണെങ്കിലും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്നിലേക്ക് ഒത്തുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ ഫ്രീ വെബിനാർ വരുന്നുണ്ട്. വെബിനാർ മസ്റ്റായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാതിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും അമർത്തുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ എം വൈൻഡിങ് അപ്പ് നൗ. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.